ഇന്ന് ഉദ്ഘാടനം നടന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രങ്ങളിലേക്ക് പോയാൽ ഈ പ്രദേശത്തെ സമുദ്ര വ്യാപാരത്തിന്റെ ചരിത്രം ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ്. 1311 AD 8-ാം നൂറ്റാണ്ടിൽ ആയി രാജവംശത്തെ പാണ്ഡ്യന്മാർ പരാജയപ്പെടുത്തിയപ്പോൾ അത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞത്തേക്ക് അവരുടെ കുടിയേറ്റത്തിന് കാരണമായി. അങ്ങനെ ചടയൻ, കരുനന്ദൻ, കരുനന്ദടക്കൻ, വിക്രമാദിത്യ, വരഗുണ എന്നിവരുൾപ്പെടെ നിരവധി രാജാക്കന്മാർ വിഴിഞ്ഞത്തിന്റെ ആയി തലവന്മാരായി സേവനമനുഷ്ഠിച്ചതായി അറിയപ്പെടുന്നുണ്ട്. 2006 നടത്തിയ ഒരു ഖനനത്തിൽ വിഴിഞ്ഞത്തെ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതൊരുപക്ഷെ ആയി പ്രഭുക്കന്മാരുടേതായിരുന്നു. AD 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. 1321 സംഘസാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ 12-ാം നൂറ്റാണ്ടിൽ കോളത്തുങ്ക ചേളന്റെ ആക്രമണ സമയത്ത് കോട്ട നശിപ്പിക്കപ്പെട്ടുവെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ധർമ്മരാജാവായ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസാണ് വിഴിഞ്ഞം ഒരു ചെറിയ തുറമുഖമായി വികസിപ്പിച്ചത്. ഇന്ന് അതിനൊരു പുതിയ ചരിത്രം തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനിയുള്ള കാലം വിഴിഞ്ഞം തുറമുഖം കേരളത്തിനും രാജ്യത്തിനും സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി ഇതിനോടകം പറഞ്ഞു. ട്രാൻസ്ഷിപ്മെന്റിന്റെ 75% ഇന്ത്യക്ക് പുറത്താണ് നടന്നത്. ഇനി ഇതിനായി ഉപയോഗിക്കുന്ന ഫണ്ടെല്ലാം ഇന്ത്യയിൽ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, വിഴിഞ്ഞത്ത് അദാനി വലിയൊരു തുറമുഖം നിർമ്മിച്ചത് ഗുജറാത്തിന് അറിയാമെങ്കിൽ അവർ ഇനി അസ്വസ്ഥരായേക്കാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തമാശ രൂപേണ പുഞ്ചിരിയോടെ പറയുകയുണ്ടായി. ഇതിന്റെ ഒരു പ്രധാന സവിശേഷത എന്നത് മലയാളത്തിലായിരുന്നു പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയത്. അതോടൊപ്പം ആദിശങ്കറിനെ മോദി അനുസ്മരിച്ചു.